26 നവംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസൊക്കെ നമുക്ക് നോക്കാം. ചൊവ്വാഴ്ച ട്രേഡ് ചെയ്യാൻ പോകുന്ന ലെവലുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെയും. ഇപ്പോൾ ഇന്നത്തെ ലൈവ് ട്രേഡ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ കാണാം. ഇന്നത്തെ നമുക്ക് നല്ല ടാർഗറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 17,000 പ്രോഫിറ്റുള്ള ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. ഇനി നാളത്തെ നമുക്ക് ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി 52,577 എന്നുള്ളൊരു ഡെയിലി ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ അവിടെ നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് കൺസിഡർ ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ അതാണ് പ്ലാൻ. ഇനി അതായത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് 52,577 മുകളിലാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നത്, ഓപ്പൺ ആവുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഫസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ ട്രേഡ് ഞാൻ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് താഴേക്കായിരിക്കും ട്രേഡ് എടുക്കുക. ഓക്കെ. ഇനി അല്ലാതെ ഇനി ഡൗൺ സൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ 51,944 ഈ ഒരു ഏരിയയാണ് മാർക്കറ്റ് നാളെ ആദ്യം ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അപ്സൈഡ് ട്രേഡിനായിരിക്കും ആദ്യം പരിഗണന കൊടുക്കുക. അതായത് 51,944 താഴേക്കാണ് മാർക്കറ്റ് ആദ്യം ഓപ്പൺ ആവുന്നതെങ്കിൽ അപ്സൈഡ് ട്രേഡിനായിരിക്കും ഞാൻ പരിഗണന കൊടുക്കുക. 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി അപ്സൈഡ് ട്രേഡ് എടുക്കും. ഇനി നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ലിക്വിഡിറ്റി ഏരിയാസൊക്കെ തൊട്ടടുത്തുണ്ട്. നിഫ്റ്റിയിൽ ഒരു ഏരിയ ഈ ഒരു ഏരിയ 24,161 താഴേക്കാണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഡൗൺ സൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 24,308 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം വരുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇതാണ് ഇപ്പം നാളത്തെ ദിവസം നമുക്ക് ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ, ഞാൻ ട്രേഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയകൾ, ലിക്വിഡിറ്റി ഏരിയാസാണ് ഇതൊക്കെ. ഇതനുസരിച്ചിട്ട് ഫസ്റ്റ് ട്രേഡ് മാത്രമേ ഈ പ്രീവിയസ് ഡേയിലുള്ള ലിക്വിഡിറ്റി ഏരിയക്ക് അനുസരിച്ച് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്ന ലിക്വിഡിറ്റി ഏരിയക്ക് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിഫ്റ്റിയിൽ രാവിലെ ബാങ്ക് നിഫ്റ്റിയിൽ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുത്തിട്ട് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നിഫ്റ്റിയിൽ ഒരു താഴേക്കുള്ള എൻട്രി ഈ ഒരു ടോപ്പിൽ നിന്ന് 5 മിനിറ്റ്സിൽ നിന്ന് താഴേക്ക് നല്ലൊരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ. അതുപോലെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിയിലും എൻട്രി വരും. പക്ഷേ 3 മണി ആയപ്പോഴേക്കും നമുക്ക് ടാർഗറ്റ് എത്തിയില്ല, പക്ഷേ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ താങ്ക് യു.